പ്രഭുക്കൾ സ്ത്രീകൾ എങ്ങനെ നടക്കണമെന്ന കൃത്യമായ വിവരണം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. കുരുവട്ടൂരി മൗലവിമാർ ശറഈൻ്റെ നിയമങ്ങൾ മുഴുവനും മാറ്റിമറിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഷാഫി മദ്ഹബിലെ ആധികാരിക പണ്ഡിതർ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തുഹ്ഫ കോട്ടിമാറ്റി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായി കാണുവാൻ സാധിച്ചു. കോഴിക്കോട് നടന്ന പ്രഭാഷണത്തിലും മറ്റുമൊക്കെ സ്ത്രീ മുഖം തുറന്നിട്ട് നടക്കുന്നത് കുഴപ്പമില്ല, മുഖം മറക്കൽ സുന്നത്താണ് എന്നതാണ് ഷാഫി മദ്ഹബിലെ നിയമം എന്നൊക്കെയാണ് മൗലവി പ്രസംഗിക്കുന്നത്. അത് തുഹ്ഫയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് തുഹ്ഫയുടെ ധാരാളം ഭാഗങ്ങൾ മറച്ചു വെച്ച് മുഴുവൻ വായിക്കാതെ ഒരു വരി മാത്രം വായിച്ച് കള്ളത്തരം ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാം. മഹാനായ ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ ഭാഷ ഒറ്റ വരി ഞാൻ വായിക്കുന്നു. ഇമാം നവവിയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. തങ്ങളിൽ നിന്ന് ഇജ്മാഇനെ, ഏകാഭിപ്രായത്തെ, അലാ അന്നഹു ലാ യൽസമുഹാ ഫീ ത്വരീഖിഹാ സത്റു വജ്ഹിഹാ, സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ ആ സ്ത്രീക്ക് മുഖം മറക്കൽ നിർബന്ധമില്ല എന്ന് ശാഫിഈ മദ്ഹബിലെ കുലപതിയായ ഇബ്നു ഹജറാണ് തുഹ്ഫയിൽ എഴുതി വെച്ചത്. ഇജ്മാ ഉണ്ടെന്നാ പറഞ്ഞത്. വഇന്നമാ ഹുവ സുന്ന, അത് സുന്നത്താണ്. ആരെങ്കിലും ധരിക്കുന്നുവെങ്കിൽ അവർക്കതിന് പുണ്യമുണ്ട്, ധരിക്കാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ എന്തൊരു കബളിപ്പിക്കലാണ് ഈ മൗലവി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജനങ്ങളെ പറ്റിക്കുകയാണോ? ഈ സ്റ്റേജിലിരിക്കുന്ന ഇയാളെ കണ്ടിരിക്കുന്ന ആളുകൾക്ക് തുഹ്ഫൊന്ന് മറിച്ചു നോക്കിക്കൂടെ? എന്താണ് തുഹ്ഫയിൽ പറയുന്നത്? ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ മിൻഹാജ്, തുഹ്ഫ മാത്രമല്ല മറ്റു എല്ലാ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിലും വിഷയം ചർച്ച ചെയ്തതാണ്. സ്ത്രീകൾ അന്യപുരുഷൻ കാണുന്ന നിലക്ക് ആണെങ്കിൽ സ്ത്രീകളുടെ മുഖം മറക്കൽ നിർബന്ധമാണ് എന്ന് തന്നെയാണ് ഷാഫിഈ മദ്ഹബിലെ പ്രബലമായ വീക്ഷണം. എന്നല്ല, ഇനി കാണുന്നില്ലെങ്കിൽ തന്നെ അത് സുന്നത്താണ് എന്നുമാണ്. ആ കാണുന്നില്ലെങ്കിൽ സുന്നത്താണ് എന്ന ആ വീക്ഷണം മാത്രം പറയുകയും കാണുന്നുണ്ടെങ്കിൽ അന്യപുരുഷന്മാർ കാണുന്ന സ്ഥലത്താണെങ്കിൽ അവർ മുഖം മറക്കൽ നിർബന്ധമാണ് എന്ന ആ വീക്ഷണം മറച്ചു വെക്കുകയും കാണാത്ത സമയത്ത് മുഖം മറക്കൽ സുന്നത്താണ് എന്ന വീക്ഷണത്തെ പറഞ്ഞ് പരത്തുകയും എന്നിട്ട് ഷാഫിഈ മദ്ഹബിനെ തെറ്റിദ്ധരിപ്പിക്കുകയുമാണ് ഈ മൗലവിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ അറബി ഗ്രന്ഥങ്ങളിൽ ജനങ്ങളെ കബളിപ്പിച്ച് അതിനെ കൂട്ടുനിൽക്കുന്ന സ്റ്റേജിലിരിക്കുന്ന ആ തലപ്പാവുധാരികൾ, അവരുടെ സ്ഥിതി എന്താണ്? നിങ്ങൾക്കൊന്ന് തുഹ്ഫെടുത്ത് മറിച്ചു നോക്കിക്കൂടെ? നിഹായ എടുത്ത് മറിച്ചു നോക്കിക്കൂടെ? മുഗനി എടുത്ത് മറിച്ചു നോക്കിക്കൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തുഹ്ഫയിൽ എന്താ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, വയഹ്റുമു നദറു ഫഹ്ലിൻ ബാലിഗിൻ ഇലാ ഔറത്തി ഹുറ, സ്വതന്ത്ര സ്ത്രീയുടെ ഔറത്തിലേക്ക് ഒരു പുരുഷൻ, പ്രായപൂർത്തിയായ ഒരു പുരുഷൻ നോക്കൽ ഹറാമാണ്. എന്നിട്ട് പറയാണ് കബീറത്തിൻ അജ്നബിയ്യ, വലിയവരും അന്യവരുമായ സ്വതന്ത്ര സ്ത്രീയുടെ ഔറത്തിലേക്ക് നോക്കൽ ഹറാമാണ്. എന്നിട്ട് പറയാണ് വകദാ വജ്ഹുഹാ വകഫുഹാ, അവളുടെ മുഖവും മുൻകൈയും ഇപ്രകാരം തന്നെയാണ്, അതിലേക്ക് നോക്കലും ഹറാമാണ്. ഇന്ദ ഖൗഫിൽ ഫിത്ന, ഫിത്ന ഭയമുള്ള സമയത്ത്. എന്നിട്ട് വീണ്ടും പറയാണ് വകദാ ഇൻദൽ അംൻ മിനൽ ഫിത്ന വബിലാ ശഹ്വ, ഫിത്ന നിർഭയമാകുന്ന സാധാ ഘട്ടത്തിലും ഒരു ഫിത്ന ഇല്ലാത്ത ഘട്ടത്തിലും വൈകാരികമായ ചിന്തയില്ലെങ്കിൽ പോലും മുഖവും മുൻകൈയും നോക്കൽ ഹറാമ് തന്നെയാണ് അല സ്വഹീഹ്, സ്വഹീഹായ അഭിപ്രായ പ്രകാരം. എന്നിട്ട് പറയാണ് വജ്ജഹു, ഇതാണ് നബി ഇമാം റളിയല്ലാഹു അൻഹു കൃത്യമായി പറഞ്ഞത്. അപ്പം സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കൽ ഫിത്നയൊന്നും ഇല്ലാത്ത ഘട്ടത്തിൽ വരെ ഹറാമാണ്, അതാണ് സ്വഹീഹായ അഭിപ്രായമെന്ന് എല്ലാ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു മിൻഹാജ്. പിന്നെ തുഹ്ഫയിലും നിഹായിലും മുഗനിയിലും എല്ലാ കിതാബിലും അത് തന്നെയാണ് പറഞ്ഞത്. ഫത്ഹുൽ മുഈനിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതിനെ വിവരിക്കുകയാണ് ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി. എന്താ പറയുന്നത്? വജ്ജഹുൽ ഇമാമുൽ ഹറമൈനി, ന്യായം പറഞ്ഞത്
സ്ത്രീകളുടെ മുഖത്ത് നോക്കൽ ഹറാമാണ് എന്നതിന് ന്യായം പറഞ്ഞത് ബിത്തിഫാഖിൽ മുസ്ലിമീന അലാ മൻഇൻ നിസായ യഖ്റുജന സാഫിറാത്തിൽ വുജൂഹ്. മുഖം തുറന്നിട്ടുകൊണ്ട് സ്ത്രീകൾ പുറത്തേക്കിറങ്ങൽ ഭരണാധികാരി ഇമാമ്, ഇസ്ലാമിൻ്റെ ഇമാമ് തടയേണ്ടതാണ് എന്ന് മുസ്ലിമീങ്ങൾ ഇജ്മാ ആയിട്ടുണ്ട്, ഏകോപിച്ചിട്ടുണ്ട്. അപ്പോൾ മുഖം തുറന്നിട്ട് നടക്കൽ തടയേണ്ടതാണ്, ഈ ഭരണാധികാരി തടയേണ്ടതാണ് എന്ന് ഏകോപിച്ചിട്ടുണ്ട് എന്ന് മഹാനവറുകൾ അതിന് കാരണം പറയുകയാണ്. മറ്റൊരു കാരണം പറയുകയാണ് ഒബി അന്നന്നതറ മദിന്നത്തുൽ ഫിത്ന. ഫിത്നൊന്നും ഇല്ലെങ്കിൽ പോലും മുഖത്ത് നോക്കൽ ഹറാമാണെന്നതിൻ്റെ രണ്ടാമത്തെ കാരണം നോട്ടം ഫിത്നയുടെ ഭാവനാസ്ഥലമാണ്. മുഹരിക്കുല്ലി ഷഹ്വ, വൈകാരിക ചിന്തയുണ്ടാക്കും. ഫല്ലായിക്കു ബി മഹാസിനി ശരിയ, തുഫയുടെ വചകമാണ്. ശരീഅത്തിൻ്റെ നന്മയോട് യോജിപ്പ്, സദ്ദുൽ ബാബ്, ആ കവാടം തന്നെ അടക്കലാ. വലിയ അറാദും തഫാസിലിൽ അഹ്വാൽ, കൂടുതൽ അവസ്ഥകളുടെ വിവരണങ്ങളും തൊട്ടൊക്കെ തിരിഞ്ഞു കളഞ്ഞ് അവരുടെ മുഖം ഔറത്താണ്, അത് നോക്കാൻ പാടില്ല, ഹറാമാണെന്ന് പറയലാണ്. കൽ ഖൽവത്തി ബിൽ അജ്നബിയ, അന്യപെണ്ണും ഒരു അന്യ പുരുഷനും ഒറ്റയ്ക്ക് ഒരു റൂമിൽ കാലിയായി നിൽക്കലും ഹറാമായതുപോലെ, അവിടെ മറ്റു വിശദീകരണങ്ങളൊന്നുമില്ലാതെ ഹറാമായതുപോലെ ഇവിടെയും അങ്ങനെ തന്നെ ഹറാമാവലാണ് ശരിയായ വഴി എന്ന് മഹാനവറുകൾ പറയുകയാണ്. എന്നിട്ട് പറയുന്നു വബിഹിന്ദ ഫഅമാ യുഖാലു ഹുവ ഗൈറു ഔറ ഫകൈഫ ഹറുമ നദറുഹു. മുഖം ഔറത്ത് അല്ല എന്ന അഭിപ്രായപ്രകാരം എങ്ങനെയാണ് നോക്കൽ ഹറാമാവൽ എന്നാരെങ്കിലും ചോദിച്ചാൽ ആ ചോദ്യം തട്ടിപ്പോയി. മുഖം ഔറത്ത് അല്ല എന്ന അഭിപ്രായപ്രകാരവും എങ്ങനെ നോക്കൽ ഹറാമാകുമോ എന്ന് ചോദിച്ചാൽ അത് ഹറാമ് തന്നെയാണ്. അത് ഹറാമാകുമോ എന്ന ചോദ്യം ഇവിടെ തട്ടിപ്പോയി. കാരണം ശരീഅത്തിൻ്റെ നന്മയ്ക്ക് യോജിപ്പ് ആ കവാടം തന്നെ അടക്കലാണ് എന്ന് പറഞ്ഞതുകൊണ്ടും മേൽപ്പറഞ്ഞ കാരണങ്ങളാലും തട്ടിപ്പോയി. ഒരിക്കലും തന്നെ നീ ഔറത്ത് അല്ല, മുഖം ഔറത്ത് അല്ല എന്ന് പറഞ്ഞാലും നോക്കൽ ഹറാമ് തന്നെയാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനവറുകൾ പറയാണ് മാ കൗനിഹി ഗൈറ ഔറത്തിൻ നളറുഹു മദിന്നത്തുൽ ലിൽ ഫിത്ന. ഔറത്തല്ല എന്ന് വെച്ചാലും നോട്ടം ഫിത്നയുടെ ഭാവനാസ്ഥലമാണ്. അവിശ്ശഹ്വ, വൈകാരികതയുടെ ഭാവനാസ്ഥലമാണ്. ഫഫത്തമന്നാസ് അൻ യത്തിയാത്തൻ, സൂക്ഷ്മത, അത് അതിൻ്റെ ജനങ്ങളെ തൊട്ട് അത് പൂർണ്ണമായി അടച്ചു കളയലാണ് എന്ന് മഹാനവറുകൾ തുടർന്ന് പറയുകയാണ്. എന്നിട്ട് വീണ്ടും പറയാണ് അല അന്ന സുബ്കിയ ഖാൽ, ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട് അൽ അഖ്റബു ഇലാ സ്വനീഇൽ അസ്ഹാബ്, ഷാഫി പണ്ഡിതന്മാരുടെ പ്രവൃത്തിയോട് ഏറ്റവും അടുപ്പം അന്ന വജ്ഹഹാ വ കഫൈഹാ ഔറ. ഔറ, അവർ ആ സ്ത്രീയുടെ മുഖവും രണ്ട് മുൻകൈയും ഔറത്താണ് ഫിന്നദർ, നോട്ടത്തിൽ എന്നതാണ് ഏറ്റവും അടുപ്പമുള്ളത്. ഇനിയാണ് മൗലവി കൊണ്ടുവരുന്ന ഉദ്ധരണി. അതിൻ്റെ ആവശ്യമുള്ള ഉദ്ധരണി വേറെയുണ്ട്, ഒക്കെ വായിക്കാം നമുക്ക്. ഒന്നിവിടെ കട്ട് വെക്കണ്ട, ഒരു വരി അല്ല വായിക്കൽ, ഫുള്ള് വരി വായിക്കുക. വലാ എന്നിട്ട് മൂപ്പര് പറയാണ് അപ്പോൾ ഔറത്താണ് എന്ന് തന്നെ വെക്കേണ്ടതാണ് എന്നതാണ് അക്റബ് എന്ന് സുബ്കി ഏറ്റവും അടുപ്പം എന്ന് സുബ്കി ഇമാമ പറഞ്ഞിട്ടുണ്ട്. മുഖം ഔറത്താണെന്ന് വെക്കൽ തന്നെയാണ് ഏറ്റവും അടുപ്പം. അസ്ഹാബിൻ്റെ പണ്ഡിതന്മാരുടെ, ഷാഫി പണ്ഡിതന്മാരുടെ പ്രവൃത്തിയിലേക്ക് ഏറ്റവും അവരുടെ സംസാരത്തിലേക്ക് ഏറ്റവും അടുപ്പം അതാണെന്ന് മനസ്സിലാക്കാം. ولا ينافي ما حكاه الإمام من الاتفاق نقول المصنف عن عيال الإجماع على أنه لا يلزمها في طريقها سطر وجهها وإنما هو سنة. നേരത്തെ മുഖം തുറന്നിട്ട് സ്ത്രീ പുറപ്പെടുകയാണെങ്കിൽ ഭരണാധികാരി തടയണം. മുഖം തുറന്നിട്ട് സ്ത്രീ പുറപ്പെടുമ്പോൾ ഭരണാധികാരി തടയണമെന്ന് ഏകോപനമുണ്ട് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇമാം അൽ ഹറമൈനി ഉദ്ധരിച്ച അഭിപ്രായം നേരത്തെ പറഞ്ഞു. എന്നാൽ അവിടെ ഒരു ചോദ്യം വരികയാണ്. ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി സ്ത്രീയുടെ വഴിയിൽ മുഖം മറക്കൽ നിർബന്ധമില്ല, അത് സുന്നത്താണ്. വഅലർ റിജാലി ഗളുൽ ബസരി, പുരുഷന്മാർ കണ്ണുകൂട്ടലാണ് അവരുടെ ബാധ്യത. അൻഹുന്ന, സ്ത്രീകളെ തൊട്ട്. അപ്പം മുഖം മറക്കൽ സുന്നത്താണ്, മുഖം മറക്കൽ നിർബന്ധമില്ല എന്ന് ഇജ്മാ ഉണ്ട് എന്ന് ഇയാദ് പറഞ്ഞതും മുഖം തുറന്നിട്ട് നടക്കലിന് തടയണം, അതിൽ ഇജ്മാ ഉണ്ട് എന്ന് ഇമാം അൽ ഹറമൈനി പറഞ്ഞതും തമ്മിൽ വിരുദ്ധത ഉണ്ടോ എന്ന് മഹാനവറുകൾ ചർച്ച ചെയ്യുകയാണ്.
അത് വിരുദ്ധതയില്ല, രണ്ടും ഏകോപിപ്പിക്കണം. ഇമാമ് തടയണം എന്ന് നേരത്തെ ഇമാം അൽ ഹറമൈന് പറഞ്ഞു. മുഖം തുറന്നിട്ട് നടന്നാൽ ആ ഭരണാധികാരി തടയണം എന്നതിനാൽ ലിക്കൗനിഹി മക്രൂഹ, അത് കറാഹത്താണെങ്കിലും തടയേണ്ടതാണ്. അപ്പോൾ കറാഹത്തെങ്കിലും വരും എന്നാണ് മഹാനവറുകൾ പറയുന്നത്. ഈ ഷെയ്ഖും ത്വരീഖത്തും ഒക്കെ പിൻപറ്റി ജീവിക്കുന്നവരാണെന്ന് പറയുന്നവർ കറാഹത്ത് ചെയ്യാൻ പറ്റുമോ? അവർ കറാഹത്തിനെ തൊട്ടൊക്കെ സൂക്ഷ്മത കാണിക്കണ്ടേ? ഇനി കറാഹത്താണെന്ന് വെച്ചാലും ഭരണാധികാരി തടയണം എന്ന് വെക്കാം. വലിൽ ഇമാമിനൽ മൻഉ മിനൽ മക്റൂഹി ലിമാ ഫീഹി മിനൽ മസ്ലഹത്തിൽ ആമ്മ, പൊതു നന്മയ്ക്ക് വേണ്ടി വഴികളിലൊക്കെ സ്ത്രീകൾ ഇങ്ങനെ തുറന്നിട്ട് നടക്കുന്നത് ഭരണാധികാരി തടയേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അത് കറാഹത്താണെന്ന് വെച്ചാലും തടയേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ വീണ്ടും പറയുന്നു നഅം. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഈ മൗലവിമാർക്ക് വായിക്കാൻ തയ്യാറുണ്ടോ? അതൊന്ന് വായിച്ചർത്ഥം വെക്കാൻ തയ്യാറുണ്ടോ? വെല്ലുവിളിക്കുന്നു. നഅം മൻ തഹഖഖത് നദറു അജ്നബിയ്യിൻ ലഹാ, ഫൈനൽ തീരുമാനം പറയാണ്. ഒരു അന്യ പുരുഷൻ ഈ സ്ത്രീയെ നോക്കുമെന്നുറപ്പായാൽ, മൻ തഹഖഖത് നദറു അജ്നബിയ്യിൻ ലഹാ, ഈ ഒരു അന്യപുരുഷൻ സ്ത്രീയെ നോക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ യൽസമുഹാ സത്റു വജ്ഹിഹാ, യൽസമുഹാ സത്റു വജ്ഹിഹാ, അവളുടെ മുഖം മറക്കൽ നിർബന്ധമാണ്. അൻഹു, ആ പുരുഷനെ തൊട്ട്. വഇല്ല, മറച്ചില്ലെങ്കിൽ കാനത്ത് മുഈനത്തല്ല വല ഹറാം, ഹറാമിനെ സഹായിക്കലാകി മാറും. ഫതഅസം, അവൾ കുറ്റക്കാരിയാകും. ഷെയ്ഖാണെന്ന് പറഞ്ഞിട്ട് മുഖം തുറന്നിട്ട് അന്യപുരുഷന്മാരുള്ള സ്ഥലത്തിലൂടെ നടക്കൽ കുറ്റക്കാരിയാകും. അന്യപുരുഷൻ നോക്കുമെന്ന് അവിടെ ഉറപ്പുള്ള സ്ഥലത്താണെങ്കിൽ കുറ്റക്കാരിയാകും. അപ്പം നേരത്തെ മുഖം തുറന്നിടൽ നിർബന്ധമില്ല, സുന്നത്താണെന്ന് പറഞ്ഞതപ്പോഴാണ് അന്യപുരുഷൻ നോക്കുമെന്ന് തഹഖുഖ് ഇല്ലാത്ത ഘട്ടത്തിലാണ് എന്നത് വ്യക്തമാണ്. ഖാദിയാദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇജ്മാ ആ സമയത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി ഈ മൗലവിമാർ വായിച്ചതിൻ്റെ തൊട്ട് ശേഷം ഫൈനലായിട്ട് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ സുന്നത്താന്ന് പറഞ്ഞത് അന്യപുരുഷൻ നോക്കില്ല, അവളൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്, അവിടെ അന്യപുരുഷന്മാരൊന്നും നോക്കുന്നില്ല, നോക്കുമെന്ന് തഹഖുക്കില്ല എങ്കിൽ അവിടെ അവൾ എന്നാലും മറക്കൽ തന്നെയാണ് സുന്നത്ത്. അവിടെ നിർബന്ധമില്ല. അന്യപുരുഷന്മാർ അവളെ ദർശിക്കുന്നുണ്ടെങ്കിൽ, നോക്കുന്ന തഹഖുക്കുണ്ടെങ്കിൽ അവിടെ അങ്ങ് മറക്കൽ നിർബന്ധമാണ്. വഇല്ല കാനത്ത് മുഈനത്തൻ ലഹു അലാ ഹറാം, അല്ലെങ്കിൽ അവൾ ഹറാമിനെ സഹായിച്ചവളാകും. ഫതഅസം, അവളും കുറ്റക്കാരിയാകും. നോക്കുന്നവൻ മാത്രമല്ല, നോക്കൽ ഹറാമാണ്, നോക്കുന്നതിന് സഹായിച്ചവൾ ആ സ്ത്രീ മറക്കാതിരിക്കുന്നതും ഹറാമ് തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഫൈനലാക്കി വ്യക്തമാക്കി ഇവിടെ പറയുകയാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ കള്ളത്തരം മാത്രം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണ് ഈ മൗലവിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എത്ര ഇൽഹാം ഔലിയാക്കൾക്ക് ശരീഅത്തിന് വിരുദ്ധമായിട്ട് ഇൽഹാം അത് സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മൂതരട, ഔലിയാക്കളായ മൂതരട, ഇങ്ങനെ എന്തൊക്കെ കള്ളന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതിൽ പെട്ടുപോയവർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.